എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഉച്ചക്കത്തെ ഭക്ഷണ കാര്യത്തിലേക്ക് പ്രവേശിക്കാം. അരി വാർത്തോ രജനി? അപ്പോൾ അരിയൊക്കെ ദാ കുക്കറിലിരിക്കുന്നു, ചോറൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഒരു തീയലും പിന്നെന്താ കുട്ടിയെ, മോരുകറി. തീയലും മോരുകറിയാണ് വയ്ക്കുന്നത്. തീയലിന് വറുത്ത് വെച്ചിരിക്കുന്നു. തീയലിനെ വറുത്ത് വെച്ചിരിക്കുന്നതാ. ഒരു ശകലം കൂടെ മൂപ്പാകണമായിരുന്നു. പക്ഷെങ്കിൽ ഇത് തേങ്ങയെ, ഉണക്കത്തേങ്ങ ഇങ്ങനെ നമ്മൾ കഷ്ണിച്ചായതുകൊണ്ട് ഇനി ഇട്ടാൽ അത് കരിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അതിങ്ങനെ, എൻ്റെ ചീഫ് ഷെഫ് പറഞ്ഞു ഇങ്ങനെ മതിയെന്ന്. ഇനി നമ്മൾ ഇതാ വെണ്ടയ്ക്കയും ഉള്ളിയും ഉരുളക്കിഴങ്ങും കൂടെയുള്ള ഒരു തീയലാണ്. ഇതിനെ അരയ്ക്കണം വെള്ളമില്ലാതെ. അതിന് ശേഷം ഇത് വഴറ്റണം. വഴറ്റാനായിട്ട് നമ്മുടെ രജനിക്കുട്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് മീൻ ചട്ടിയൊന്നും അല്ല കേട്ടോ, നിങ്ങളതൊന്നും വിചാരിക്കണ്ട. ഇനി നമുക്ക് ഇതിൻ്റെ കാര്യപരിപാടിയിലേക്ക് പ്രവേശിക്കാം. രജനി തുടങ്ങിക്കോളൂ ഐശ്വര്യത്തോടെ. ഇനി അത് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അത് നന്നായിട്ട് വഴറ്റണം. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ മൂക്കുമ്പോൾ നമ്മൾ ഈ കഷ്ണമെല്ലാം വാരി അതിലേക്കിടും. പച്ചമുളക്, വെണ്ടയ്ക്ക, ഉള്ളി, ഉരുളക്കിഴങ്ങ്, ഇത്രയാണ്. ഇത് നമ്മളത് ചട്ടിയിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമ്മൾ ആ തേങ്ങ, വെള്ളമില്ലാതെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ച് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ പുളി പിഴിഞ്ഞ് ആ വഴറ്റിയ കഷ്ണത്തിലേക്കിട്ട് ആ പുളിയിൽ കിടന്ന് ഉപ്പും പുളിയും കൂടെ ഉപ്പിടും. പുളി ഇടുന്ന സമയത്ത് ഉപ്പിട്ടിട്ട് നമ്മൾ ആ ഉപ്പും പുളിയിലും കിടന്ന് ആ വെണ്ടയ്ക്കയും പച്ചമുളകും ഉള്ളിയും ഉരുളക്കിഴങ്ങും കൂടെ വേകണം. വേകുന്ന സമയത്ത് നമ്മൾ ഈ നാളികേരം നന്നായിട്ട് വെള്ളമില്ലാതെ അരച്ചെടുത്തിട്ട് നമ്മൾ അത് ഇതിലേക്ക് കലക്കി, ഒരുപാട് വെള്ളമാകരുത്, ഒരുപാട് കുറുകിയും പോകരുത്. അതിന് ആ കുഞ്ഞു ടർക്കി അവിടെ മാറ്റി, ഒരുപാട് വെള്ളമാകരുത്, ഒരുപാട് കുറുകിയും പോകരുത്. ആ പാകത്തിൽ മുക്കി ചോറിനത്തക്ക രീതിയിൽ ആക്കണം. അത്രയും ഗ്രേവി, ആവശ്യത്തിനുള്ള ഗ്രേവി ഒഴിച്ച് തിളയ്ക്കുമ്പോൾ നമ്മൾ അത് വാങ്ങി, ഒരുപാട് തിളച്ച് പോകരുത്, തിളവരുവേ ആകാവൂ ഏത് കൂട്ടാനും. നമ്മളത് കടുക് താളിച്ചെടുക്കണം. ഇതാണ് തീയൽ. നിങ്ങളെല്ലാവരും വയ്ക്കുന്നതാണ് തീയൽ. പിന്നെ ഞങ്ങളുടെ അടുക്കളയെക്കുറിച്ച് പറഞ്ഞാൽ, അല്ലേ രജനിയെ, 40 വർഷത്തെ പഴക്കമുള്ള അടുക്കളയാണ്. നിങ്ങളുടെ അടുക്കള പോലൊന്നും അത്ര ചന്തമുള്ളതൊന്നുമല്ല കേട്ടോ. 40 വർഷം പഴക്കമുള്ള അടുക്കളയാണ്. അതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ട്. പണ്ടത്തെ സ്റ്റൈലൊക്കെയാണ് അത്. ഇനിയിപ്പോൾ ഇതെല്ലാം മാറ്റിയൊന്ന് പുതുക്കണമെന്നുള്ള ഉദ്ദേശമുണ്ട്. ചിലപ്പോൾ വിചാരിക്കും വേണ്ട, എന്തിനാണ്, കാരണം ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ അടച്ചിടുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയും വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഗ്രാനൈറ്റൊക്കെ നരച്ച പോലായി, അവിടെ ഇവിടെയൊക്കെ പൊട്ടിയും തുടങ്ങി. ഇത്രയും വർഷമായില്ലേ പുതിയ അടുക്കളയിൽ നിന്ന് ചെയ്യുന്നവരൊക്കെ ഞങ്ങളെ ഒന്നും വിചാരിക്കരുത് കേട്ടോ രജനിയല്ലേ. നമുക്ക് ആ കൂടി നന്നായിട്ട് തുടച്ച് വൃത്തിയായിട്ടൊക്കെ വയ്ക്കുന്നതാണ്. പക്ഷെങ്കിൽ അത്രയും പഴക്കമുള്ളതുകൊണ്ട് അതിന് ചില ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊക്കെ അങ്ങ് ക്ഷമിക്കണം. ഞങ്ങളുടെ ഒരു നാടൻ പഴയ അടുക്കളയാണ് അല്ലേ രജനിയെ. അപ്പം നമുക്കതൊക്കെ മതി. അങ്ങനെ നിങ്ങളും അങ്ങ് ക്ഷമിച്ച് ഞങ്ങളോട് സഹകരിക്കണം. ഇനിയൊരു പുളിശ്ശേരിയും കൂടെ ഉള്ളൂ. പുളിശ്ശേരി നന്നായിട്ട് മോര് നേർപ്പിച്ചടിച്ചെടുത്ത് നെയ്യൊക്കെ മാറ്റിയിട്ട് കടുക് താളിച്ചിട്ട്, വറ്റൽമുളക് ഇട്ട് കടുക് താളിച്ചിട്ട് അതിലേക്ക് ഒരു 4 പച്ചമുളകും കറിവേപ്പില, ഉലുവ എല്ലാം കൂടെ വതക്കണം. വെറുതെ ഒന്ന് വതക്കണം. എന്നിട്ട് അതിലേക്ക് ഈ മോര് നന്നായിട്ട് നേർപ്പിച്ച മോരിനെ ഒഴിച്ചിട്ട്
കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരിത്തിരി കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് തിളയ്ക്കാൻ പാടില്ല. നന്നായിട്ട് ചൂടാകുമ്പോൾ വാങ്ങണം. ഇത്രയേ ഉള്ളൂ അത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അച്ചാറ്, പപ്പടം, അച്ചാറ്, പപ്പടം ഇതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ ഉച്ചഭക്ഷണം റെഡി. മഴ പെയ്യുന്നു, അതിശക്തമായി മഴ പെയ്യുന്നു. വെളിച്ചെണ്ണ കുറച്ചൊഴിക്കുന്നോളെ, അതിശക്തമായിട്ട് മഴ പെയ്യുന്നു. മഴയുടെ ശബ്ദം കേട്ടോ, കുറച്ച് നേരമായിട്ട് തോർന്നു വന്നാൽ. അപ്പോൾ എൻ്റെ ഈ ചെറിയ ഉച്ച ഭക്ഷണത്തിലേക്ക് നിങ്ങളെല്ലാം ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്.